എനിക്കൊരു രോഗിയെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് ഇത്രത്തോളം നിസ്സഹായതയോടുകൂടി സങ്കടത്തോടുകൂടി പറയുന്ന ഒരു രംഗം ഞാൻ ആദ്യം കാണുകയാണ്. അതിന് മുൻപും പിൻപും ഞാൻ കണ്ടിട്ടില്ല. ഐ കുഡ് നോട്ട് സേവ് ഹിം എന്നാണ് പറയുന്നത്. അന്ന് അപ്പോൾ എനിക്ക് വയലാർ പോയതിൻ്റെ ഒരു ആഘാതം ആ മരണസമയത്ത് എനിക്ക് അധികം അനുഭവപ്പെട്ടില്ലെന്ന് വേണം പറയാൻ. പക്ഷെ പിറ്റേന്ന് രാവിലെ കേരളം ഉണർന്നപ്പോൾ ഞാൻ അന്ന് എനിക്ക് വയലാർ മരിക്കുമ്പോൾ 23 വയസ്സാണ്. പിറ്റേന്ന് നമ്മൾ കാണുന്ന കേരളത്തിൻ്റെ ആ നടുക്കം, ഒരു കവിയാകാനും ഗാനരചയിതാവാകാനും ഒക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സാന്നിധ്യം എന്നുള്ള നിലയ്ക്കും വയലാർ രാമവർമ്മ ഒരു സാന്നിധ്യം എന്നുള്ള നിലയ്ക്കും ഒക്കെ തന്നെ ഈ വയലാറിൻ്റെ വിയോഗം ഈ കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു ആഘാതം അത് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിന്നെ ശവമഞ്ചവുമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വയലാർ വരെ എത്രയെങ്കിലും മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഈ വാഹനം അവിടെ എത്തിയത്. യുവാക്കളുടെ ഹരമായിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ അനവരതം വന്നുകൊണ്ടിരുന്നൊരു തൂലിക പെട്ടെന്ന് നിശ്ചലമായപ്പോൾ കേരളം ഞെട്ടിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. അന്നൊക്കെ ഞങ്ങളൊക്കെ സിനിമയ്ക്ക് പോകുന്നത് അത് ആരുടെ സംവിധാനമെന്ന് ഓർത്തിട്ടോ ആര് നായകനെന്ന് ഓർത്തിട്ടോ എന്നല്ല, ഗാനരചന വയലാറാണോ എന്ന് നമുക്ക് പൊക്കളയാമെന്നാണ്.